അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെയാണ് ഡോക്ടർമാരെ കാണുന്നത്, അവരുടെ അടുത്തേക്കൊക്കെ പോകുന്നത്. അവരുടെ ഒരു കൈപ്പിഴ കൊണ്ട് ആ ജീവിതം തന്നെ ഇല്ലാതാവുകയും നമ്മൾക്ക് ഉറ്റവരെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ ലാഘവത്തോടെയും എന്നാൽ അട്ടിമറിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് വരുന്ന ഇടപെടലുകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്ന തന്നെയാണ്. തീർച്ചയായും അതിന് ഒരു പരിഹാരം വേണം. ഈ പുതുതായി ഉണ്ടാകുന്ന നിയമമൊക്കെ നമ്മെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നതാണ്, ഭീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവസാനം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോരാടിയ ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നീതിക്ക് വേണ്ടി കോഴിക്കോടുള്ള ഹർഷനയെ നമ്മൾ ആരും മറക്കില്ല. ഹർഷനയാണ് ആദ്യം നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഹർഷന, ഒരുപാട് സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ടുകളായി ഞങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. കാരണം ഒരു നിയമം രാജ്യത്ത് ഇത്തരം പിഴവുകളിലും കൃത്യവിലോപത്തിലൊക്കെ അർഹിക്കുന്ന ശിക്ഷ നമ്മൾ ആവശ്യപ്പെട്ട് പൊരുതുമ്പോൾ അവർക്കൊക്കെ ഒരു കവചം ഒരുക്കുന്ന രീതിയിലേക്ക് നിയമങ്ങളൊക്കെ മാറുമ്പോൾ പല വഴിക്കുള്ള ശ്രദ്ധ ക്ഷണിക്കലും പോരാട്ടങ്ങളുമൊക്കെ നമുക്ക് വീണ്ടും അനിവാര്യമായി വരുന്നു. അതാണ് നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഹർഷനയ്ക്ക് എന്ത് തോന്നുന്നു? എത്രയോ വർഷത്തെ പോരാട്ടം അത് ഒരു പരിസമാപ്തിയിലേക്കൊക്കെ എത്തുന്ന ഒരു ഘട്ടം വന്നു. ആരുടെയൊക്കെയാണോ ഈ ചിന്തകളിലേക്കും ഈ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ അവരുടെ മുന്നിലേക്ക് നടത്തിയ പോരാട്ടങ്ങൾ, അങ്ങനെ സമാനതകളില്ലാത്ത വലിയൊരു പോരാട്ടമാണ് ഹർഷന നടത്തിയത്. അത് വീണ്ടും അനിവാര്യമായി വരികയാണോ പല കാര്യങ്ങളിലും? എന്താണ് ഹർഷനയ്ക്ക് ഇന്നത്തെ ഞങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോൾ അനുഭവസ്ഥ നിലയിൽ പറയാനുള്ളത് സമൂഹത്തോട്? തീർച്ചയായും വലിയൊരു പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു. അത്രയും വ്യക്തമായ തെളിവുകളും എല്ലാം ഉണ്ടായിട്ടും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടും 1.5 വർഷത്തോളമായി ഈ ഒരു പോരാട്ടത്തിലാണ്. അത്രയധികം പ്രയാസം സഹിച്ച ഒരാൾ. എന്തോ ദൈവഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ഒരു നെഗ്ലിജൻസ് അല്ല, അത്രയും വലിയൊരു അശ്രദ്ധ വന്ന മൂലമാണ് ഞാൻ എൻ്റെ ഒരു 5 വർഷത്തെ ജീവിതവും ഇപ്പോഴും 7ാം വർഷത്തിലേക്ക് കടക്കുന്നു. അപ്പോഴും ഞാൻ അതിൽ ആരോഗ്യപരമായിട്ടും ഒരു നല്ല ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം അത്രയധികം ഒരു നിമിഷത്തെ അല്ലെ കുറച്ച് സമയത്തെ ആരോഗ്യ പ്രവർത്തകരുടെ വലിയ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രയാസപ്പെട്ട ജീവിതത്തിലേക്ക് ഞാൻ വരാൻ കാരണമായത്. അപ്പം അതുകൊണ്ട് അത്രയും വലിയ അശ്രദ്ധ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഡോക്ടേഴ്സിനെ ദൈവങ്ങളായിട്ടാണ് കാണുന്നത്. ദൈവങ്ങളുടെ കൈകൾ എന്നാണ് ഡോക്ടേഴ്സിനെ പറയുന്നത്. നമുക്കൊരിക്കലും ഡോക്ടേഴ്സിനെതിരായിട്ടോ അവരെ അവർക്കെതിരായിട്ടല്ല നമ്മൾ ഒരിക്കലും ഞാൻ ആണെങ്കിലും സമരത്തിലേക്ക് വന്നതൊന്നും. ഇതിൽ എല്ലാ മേഖലയിലും പിഴവുകളുണ്ട്. ആ പിഴവുകൾക്കെതിരെ എപ്പോഴും ശക്തമായി എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആരോഗ്യ മേഖലയിലുള്ള പിഴവുകൾ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ കൊണ്ടുള്ള കളിയാണ്. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളാണ് ആ ഒരു പിഴവ് കൊണ്ട് നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ അവർക്ക് അത്രയും വലിയ പ്രത്യാഘാതങ്ങളാണ്. മറുവശത്തുള്ളത് വലിയ വിപുലമായ ഒരു സംവിധാനമാണ്, സംഘടനയുള്ള പ്രബലമായ സംഘടനയുള്ള ഒരു സംവിധാനം. ഒപ്പം പ്രതിക്കൂട്ടിലാകുന്നത് ആരോഗ്യവകുപ്പ് തന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അപ്പോഴും അതിനെയൊക്കെ കണ്ണടച്ച് മുന്നോട്ട് പോയി. ഇനിയും പറയാത്തതായി കേരളത്തിന് മുന്നിൽ എന്തുണ്ട് ഹർഷന? ഉള്ളിലെ വേദനകൾ ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഒരു ജീവിതം തീർന്നു, ഇനി അങ്ങോട്ട് എനിക്ക് ജീവിതമില്ല എന്നുറപ്പിച്ച ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ പുനർജീവിതം കിട്ടിയതെന്ന് തന്നെ പറയാം. എനിക്ക് ഇനിയും ജീവിതം ദൈവം നിശ്ചയിച്ച ഒരവധി, അത് വേറെ. അല്ലാതെ ഞാൻ എൻ്റെ ആരോഗ്യവും എൻ്റെ ആ ഒരു അവസ്ഥയും കണക്കിലെടുത്താൽ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു. ഇനി തളരാൻ ഒരു മനുഷ്യ ജീവിതം ഇനി തളരാനില്ലാത്തൊരു ഘട്ടത്തിലെത്തിയ ഒരു മനുഷ്യനാണ്. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് ഇനി ഒരു തളർച്ച ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അത്രയധികം ഞാൻ സഹിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് പോരാടാനുള്ള ശക്തി എന്തായാലും ലക്ഷ്യത്തിലെത്തും. ഇനി എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും ഇത് ലക്ഷ്യത്തിലെത്തും. പൂർണ്ണ നീതി ഉറപ്പാകുന്നത് വരെ ഞാൻ പോരാടും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതെന്തായാലും നേടിയെടുക്കുന്നുള്ളത്. കാരണം ദൈവം ഉണ്ടാവും നമ്മളെ കൂടെ. ഞാൻ തുടങ്ങിയത് ഒറ്റയാൾ പോരാട്ടത്തിലേക്കൊക്കെ വരാനുള്ളൊരു കാരണം, നമ്മൾ 6 മാസത്തോളം ഈ ആരോഗ്യ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ പ്രതീക്ഷിച്ച് നിന്നു.
പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് സംസാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പ്രവൃത്തിയിലൊന്നും വരുന്നില്ല. നമ്മൾ പുറത്ത് നിന്ന് കാണുന്നതേ അല്ല ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരവസ്ഥ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് നമ്മൾ സമരത്തിലേക്ക് ജീവിതത്തിൽ അന്ന് വരെ സമരം ചെയ്യാത്ത എനിക്ക്, ഞാനൊരു സമരത്തിലേക്ക് ഇറങ്ങിയത് തന്നെ അങ്ങനെ നമ്മൾ ഉള്ളിലുള്ള ഒരു ഒരു കരുത്തുണ്ട്. നമ്മൾ അനുഭവിച്ചത് പ്രയാസങ്ങളാണ്, വേദനകളാണ്, നഷ്ടപ്പെട്ടത് നമ്മളെ ജീവിതമാണ്. അപ്പം അതിന് കാരണക്കാരായവർ അവരംഗീകരിക്കാതെ വാദിയെ പ്രതിയാക്കുന്ന രൂപത്തിലേക്കാണ് ലാസ്റ്റിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനൊരു സമരത്തിലേക്കും, ഇത് നമ്മളെ നമുക്ക് നീതി കിട്ടുന്നതിനേക്കാൾ സമൂഹത്തിന് ഈ ഒരു വ്യവസ്ഥ എന്താണ്, ഈ ഒരു നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ എന്നുള്ള മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ടായിരുന്നു ഇതിലേക്ക് വരുമ്പോൾ. കേരളത്തിലെ ആളുകൾ, പ്രിയ പ്രേക്ഷകരൊക്കെ ഹർഷനയുടെ വാക്കുകൾ സശ്രദ്ധം ശ്രവിക്കുക. കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ, ആരോരുമില്ലാതെ ഒരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിൽ സ്വീകരിക്കേണ്ട ആത്മവിശ്വാസം, കരുതലായും ഇൻവെസ്റ്റ്മെന്റായും ഒന്നുമില്ലാത്ത ആളുകൾ ഒരു വലിയൊരു സംവിധാനത്തിന് നേരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ ആർജിച്ചെടുത്ത ആ ഒരു ഇച്ഛാശക്തിയും മനോബലവും അത് ഹർഷനയിലൂടെ കേരളം കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹർഷന ഒരു പ്രതീകമായി ഈ സമൂഹത്തിൽ മാറുകയും ചെയ്യുന്നു. ശ്രീ MK ഹരിദാസ്, നമുക്ക് ഈ നിയമം പോലും നമ്മുടെ മുന്നിലേക്ക് പാവപ്പെട്ടവന് ദുർബലമാകുന്ന ഒരു അവസ്ഥയാണ്. ഒരു വലിയൊരു സംവിധാനത്തിന് നേരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം അവിടെ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അതാണ് നമ്മൾ പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളിലും കണ്ടിട്ടുള്ളത്. എന്ത് ചെയ്യും? ഒരുപാട് പാവങ്ങൾ ഇങ്ങനെ നരകിക്കുന്ന അവസ്ഥ, പലർക്കും ഉറ്റവരെ നഷ്ടപ്പെട്ട ഒരുപാട് അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാൻ കഴിയും ശ്രീ MK ഹരിദാസ്? പ്രതീക്ഷ, നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ്. നമ്മുടെ വാഹനം തട്ടിയിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന നിലയ്ക്കാണ് കേസെടുക്കുന്നത്. ആ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്ന വിഭാഗത്തിൽ പോലും ഈ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം മരിക്കുന്നവർക്ക് ഉള്ള ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ട ഒരു നടപടിയും എടുക്കാൻ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാവട്ടെ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാവട്ടെ നിയമനിർമ്മാണം നടത്തുന്നില്ല. നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ തന്നെ ഡോക്ടർമാർക്ക് ഭംഗിയായിട്ട് ആർക്കാണോ തെറ്റുപറ്റിയത്, ആർക്കാണോ ഈ നെഗ്ലിജൻസി പറ്റിയത്, അവർക്ക് അതിൽ നിന്ന് ഭംഗിയായി ഊരിപ്പോരാനുള്ള പഴുതുകൾ തുന്നിച്ചേർത്തുകൊണ്ടുള്ള ഒരു നീതി നിയമ സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും അവരുടെ ഇത്തരത്തിലുള്ള ഈ മെഡിക്കൽ നെഗ്ലിജൻസിയുടെ കേസുകൾക്കുള്ള ഉത്തരവുകൾ സർക്കാരുകൾ പുറപ്പെടുവിക്കുന്നത്. ഇവിടെ ഈ ഹർഷന സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരു വല്ലാത്ത ആർജവം എന്നിൽ തോന്നുന്നു. ഈ 63 വയസ്സുകാരനായ എന്നിലെ ഹർഷന എന്ന് പറയുന്ന യുവതി സത്യത്തില് ഈ മെഡിക്കൽ നെഗ്ലിജൻസി കേസിന്റെ ഒരു ആർജവം അവർ ചെയ്ത സമരത്തിലൂടെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ നൽകിയിട്ടുള്ള സന്ദേശത്തിനെ കുറിച്ചിട്ട് മാത്രമല്ല, എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും തളരാതെ അതിനെതിരെ പോരാടാൻ അവർ ഉദ്ഘോഷിച്ച, അവർ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ എല്ലാവർക്കും മാതൃകയാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഹർഷനയോട് പറയാനുള്ളത്. നിങ്ങളെ പലപ്പോഴും നമുക്കറിയാം ഡോക്ടർമാരുടെ സംഘടന എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ പ്രതികരണം ഞാൻ തേടാൻ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് IMA ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് അവർക്ക് പങ്കെടുക്കാൻ കഴിയാത്തത്. അവരുടെ തീർച്ചയായും അവരുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴായിട്ടും ഈ സംഘടനകൾ, നമുക്കറിയാം ഒരു അനീതി ഉണ്ടാകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു അതിജീവിതയ്ക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിലൊക്കെ നിയമം എത്രത്തോളം തലതാഴ്ത്തപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ സംവിധാനത്തിന് നേരെ വരുന്ന ചെറു ഘടകങ്ങളെ പോലും അത് നന്നായിട്ട് അവർ ചെറുക്കും. അതിന് എല്ലാ സംവിധാനവും അവർ ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സംവിധാനത്തിൽ നിയമം പോലും തലകുനിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യും ശ്രീ MK ഹരിദാസ്? ഇന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ ഈ പുതിയ നിയമം കൂടി വരികയാണെങ്കിൽ നിയമം തലകുനിക്കുകയും നിയമം ആർക്കാണോ നിയമം ലഭ്യമാകേണ്ടത് അവരിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമല്ലേ ആ സ്ത്രീ, ആ പാവപ്പെട്ട സ്ത്രീ ഹർഷന എന്ന് പറയുന്ന യുവതി. ഇന്നിപ്പോ ഇത്തരത്തിലുള്ള ഈ കേസെടുത്ത് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് സെക്രട്ടേറിയറ്റിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ പടിക്കല് രാപ്പകൽ സമരം വരെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന നമ്മൾ അങ്ങേയറ്റം ലജ്ജിക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഉള്ളത്. അവരുടെ പരാതിയിൽ കഴമ്പുണ്ട്. അവർക്ക് വളരെയധികം അങ്ങേയറ്റം സാധാരണക്കാരായ ഒരു മെഡിക്കൽ വിവരം ഒന്നും, നമ്മുടെ വൈദ്യശാസ്ത്രത്തെ കുറിച്ച് ഒന്നും അറിയാത്തവർക്ക് തന്നെ അവരുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ്റിലെ ഈ സിസർ മറന്നു വെച്ചു, ഡോക്ടർമാർ മറന്നു വെച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ബോധ്യപ്പെടുത്താൻ, അതിനെതിരെ നടപടി എടുക്കാൻ വേണ്ടി ആ സ്ത്രീ ചെയ്ത നിയമയുദ്ധങ്ങൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരത്തേക്കാൾ വലിയൊരു സമരം ഒറ്റയ്ക്ക് നടത്തിയിട്ടാണ് അവർ ഈ വിജയം നേടിയിരിക്കുന്നത്. അവർക്ക് വലിയ സപ്പോർട്ടൊന്നും നമ്മുടെ സമൂഹം അവർക്ക് നൽകിയിട്ടില്ല. അതാണ് ഈ സമൂഹത്തിന്റെ പ്രത്യേകത. എനിക്ക് ബാധിക്കാത്തൊരു വിഷയത്തിൽ ഞാൻ എന്തിനെതിരെ ഇടപെടണം എന്നുള്ളൊരു ചിന്ത നമ്മളിലൊക്കെ ഉള്ളതാണ്. ആ സ്ത്രീ ഒറ്റയ്ക്ക്, ആ സ്ത്രീയുടെ കുടുംബവുമായിട്ട് ഇത്തരത്തിലൊരു സമരം ചെയ്യേണ്ടി വന്നത്.
പറയുന്നത്. മെഡിക്കൽ നെഗ്ലിജൻസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഈ ഡോക്ടർമാരെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ MBBSന്റെ ബിരുദം കിട്ടുന്ന ഓത്ത് എന്നാണ് അതിന് പറയുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ അവർ ആ സത്യപ്രതിജ്ഞയിൽ ചൊല്ലുന്ന എല്ലാ വാചകങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് അവരവരുടെ ഓരോ രോഗികളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങളിപ്പോ ഈ എറണാകുളം ആലുവയ്ക്ക് സമീപമുള്ള സ്ഥലത്തെ ഈ ആലപ്പുഴയിലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ആ ഓത്ത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ആ വായിച്ചതിൽ നിന്നും അവരെ നമ്മൾ പറയില്ലേ, നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന ദൈവങ്ങളാണ് ഈ ഡോക്ടർമാരെന്ന് പറയുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട്, അവർ ചെയ്യുന്ന ജോലിയിൽ അവർ കാണിക്കുന്ന, നമ്മൾ പറയില്ലേ, രക്ഷപ്പെട്ടു പോകുന്ന രോഗികളിലൂടെ അവർ നമുക്ക് തരുന്ന സന്ദേശങ്ങളൊക്കെ വലുതായി ഇരിക്കുമ്പോൾ തന്നെ ഒരു സംഘടനയുടെ ബലം എന്ന് പറഞ്ഞാൽ പാത്രം പോരെ പ്രതീക്ഷ, അവരുടെ പണത്തിന്റെ അഹങ്കാരം, അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണ, ഇത് മൂന്നുമാകുമ്പോൾ സംഘടനയുടെ ഹരിദാസ് നമ്മളെ ലജ്ജിപ്പിക്കുന്നത് പ്രബലമായ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് എന്ത് പറ്റി, പിന്നീട് ഇവരുടെ ജീവിതങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയില്ലേ? കാരണം എത്രയോ ആളുകൾ നിസ്സഹാരായി ഒരു മുറിയിൽ 4 ചുവരുകൾക്കകത്ത് നരകിച്ച് ജീവിക്കുന്നുണ്ട്. ഒരു കൈപ്പിഴ കൊണ്ട്, ഡോക്ടർമാർ വരുത്തിയ കൈപ്പിഴ കൊണ്ട് അവരെ താങ്ങിയെടുക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഈ സംഘടനകൾ കൂടി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നീതി വേണം, ഇങ്ങനെ ഇനി ആർക്കും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ചോദ്യത്തിന് പോലും എന്താണ് കാരണമെന്നും പോലും ഒരു സംവിധാനത്തിൽ നിന്നും അറിയിപ്പുണ്ടാകുന്നില്ല. എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചതെന്ന് പോലും പറയാനുള്ള ഒരു നീതി അവർ കാണിക്കുന്നില്ല. ആ ഒരു ധാർമ്മികത ആ സംവിധാനത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പുറപ്പെടുന്ന ആളുകൾക്ക്, ഒറ്റയാൻ പോരാട്ടം നടത്തുന്നവർ നമ്മുടെ മുന്നിൽ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല, നിയമത്തിൻ്റെ നൂലാമാലകളൊന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്താണ് ഹർഷനയ്ക്ക് സ്വന്തം ബോധ്യത്തിൽ നിന്നും പറയാനുള്ളത്? നമ്മളും ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരോട് പരാതിപ്പെടണം ഒന്നും അറിയാത്ത ഒരു ഇതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഏതൊരാളെ മനസ്സിൽ വരുന്നത് ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ആരെങ്കിലും ആണ് നമ്മൾ ആദ്യം പരാതിപ്പെടാന്നുള്ളത്. ഞാനും അതേ രൂപത്തിലാണ് പോയിട്ടുള്ളത്. ആരോഗ്യ മന്ത്രിക്ക് പരാതി കൊടുത്തു, പിന്നെ എവിടെ നിന്നാണോ സംഭവിച്ചിട്ടുള്ളത് അവിടെ കൊടുത്തു. പക്ഷെ അവിടെ നിന്നൊക്കെ നമുക്ക് അവരെ പെരുമാറ്റത്തിൽ ഇപ്പോൾ ഇന്നോ നാളെ നീതി കിട്ടും എന്നുള്ള രൂപത്തിലാണ് നീണ്ട് പോകുന്നതിനനുസരിച്ചാണ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ചാണ് എത്രത്തോളം മൂലാമാലകൾ ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാവുക. അപ്പം അധികാരം കൊണ്ടും പണം കൊണ്ടും സ്വാധീനമുള്ളവർക്ക് എന്തും നടക്കും എന്നുള്ള ഒരു രൂപത്തിലാണ് നമ്മളെ ഈ ഒരു സിസ്റ്റം ഇപ്പം നിലവിലുള്ളത്. അതിനെതിരെ ശക്തമായി പോരാടിയാൽ മാത്രം, അല്ലാതെ നമ്മൾക്ക് നീതി കിട്ടൂല എന്നുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് ഇത്രയും കാലത്തെ പോരാട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലാതെ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ഈ നിയമങ്ങളൊക്കെ എങ്ങനെയും പണവും അധികാരം കൊണ്ടും സ്വാധീനമുള്ളവർക്ക് മാത്രമാണ് എങ്ങനെയും തിരിച്ചും മറിച്ചും അവർക്ക് നീതി കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരവസ്ഥയാണ്. ഇത് സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിട്ട് ഇതുപോലെ ശക്തമായ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ വരണം. ഞാൻ തന്നെ 104 ദിവസമാണ് ആ ഒരു മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇരുന്നിട്ടുള്ളത്. രാവും പകലുമല്ല, പകൽ ദിവസങ്ങളിൽ 3 ചെറിയ കുട്ടികളാണ്, അവരുടെ സ്കൂളും ഞങ്ങളെ ജീവിതവും തന്നെ മുടക്കിയാണ് ഞാൻ അത്രയും ദിവസം ഇരുന്നത്. ഉള്ളിലുള്ള ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞത്. അന്ന് ഞാൻ ആരോഗ്യം റെഡിയായി വന്നിട്ടൊന്നുമില്ല. എന്നിട്ടും അത്രയും 104 ദിവസത്തോളം ആ തെരുവിൽ കാറ്റും മഴയും വെയിലും ചൂടും പൊടിയും മണ്ണും, ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു അരമണിക്കൂർ നേരം ഇരുന്നാൽ അറിയാം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് 104 ദിവസമാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഓരോരുത്തർ പല വിധത്തിലുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ അവരിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു, അങ്ങനെ ചെറിയ രൂപത്തിലെങ്കിലും ഒരുപാട് രൂപത്തിലുള്ള നെഗ്ലിജൻസുകൾ നടന്നിട്ട് നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ ആളുണ്ടായിട്ടാണ് ഞങ്ങൾക്കൊന്നും അതില്ലാതായി പോയി, അല്ലെങ്കിൽ ഞങ്ങൾ കുറേ പോയി പിന്നെ നടക്കൂല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തിപ്പോന്നു, ഞങ്ങൾക്ക് നീതി കിട്ടൂല എന്ന് ഉറപ്പായും. അപ്പോൾ നമ്മൾക്കും ആരും ഇല്ലായിരുന്നു സംസാരിക്കാൻ. ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആദ്യ സമരത്തിന് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റൂ. ഞങ്ങൾ പറയുന്നതിൽ ഒരു കളവുമില്ല, ഞങ്ങൾ അനുഭവിച്ചതൊക്കെ സത്യമാണ്. മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസും വളരെ വൈകാരികമായി ഈ റിപ്പോർട്ടുകൾ ജനങ്ങളുടെ വെക്കുന്നത്. കാരണം ഈ സംവിധാനത്തിൽ നിന്ന് നമ്മൾ നീതിയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാൾ പോലും ആ അർത്ഥത്തിൽ ഒറ്റപ്പെട്ട് കിടക്കാൻ പാടില്ല. നേരത്തെ ഹർഷന പറഞ്ഞതുപോലെ ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത എത്രയോ നാളുകൾ മുകളിലോട്ട് നോക്കുന്ന ആളുകൾ. കാരണം എല്ലാം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവനഷ്ടം ആകാത്തവർ ജീവച്ഛവം പോലെ ഇങ്ങനെ രക്തസാക്ഷികളായി ഇങ്ങനെ ജീവിച്ച് മരണത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ MK ഹരിദാസ്, കരയുന്ന നൂറുകണക്കിന് ആളുകൾക്ക് അവർക്ക് നിശ്ചയമായും അവർക്ക് നീതി വേണം.
ഇനി ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്കൊരു അറുതി വേണം. അതിന് നമുക്ക് സ്വയം സ്വീകരിക്കാവുന്ന ജാഗ്രത എന്താണ്? കാരണം നിയമം ഇങ്ങനെയായി ആണ്, നിയമത്തിൻ്റെ അവസ്ഥ ഇതാണ്. നേരത്തെ ഒരാൾ പറഞ്ഞല്ലേ, കേസെടുക്കാൻ ചെല്ലുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് കാര്യമില്ല, അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്കിനി എത്രത്തോളം വർഷങ്ങളോടെ നമുക്ക് ഈ ലോകത്തിന് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ എല്ലാ സംവിധാനമുണ്ടപ്പോഴും നീതി തല്ലിക്കെടുത്തുന്നതിന് ഒരു അറുതി വേണ്ടേ ശ്രീ MK ഹരിദാസ്? വേണം. ഒന്ന്, ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ജനങ്ങൾക്ക് ഇത് എവിടെയാണ് ഈ കേസ് കൊടുക്കേണ്ടത്? നമ്മളിപ്പോൾ സർക്കാരിലേക്ക് നിവേദനം കൊടുത്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഹർഷന ചെയ്തതുപോലെ തന്നെ സമരം ചെയ്തു, ഇതൊക്കെ ഇതിന്റെ ഒന്നാം ഘട്ടമാണ്. ആ ഘട്ടത്തിലും ഇത് വിജയിച്ചില്ലെങ്കിൽ ഇത് എവിടെ ഈ കേസ് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു മെഡിക്കൽ നെഗ്ലിജൻസി കേസുമായിട്ട് എറണാകുളം ലേക്ക് ഷോർ ആസ്പത്രിയുമായിട്ട് നിയമയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു മിനിറ്റിൽ ഞാനതൊന്ന് പറയാം. ഇതിപ്പോൾ കൺസ്യൂമർ കോർട്ടിലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലം. അതാത് ജില്ലകളിൽ കൺസ്യൂമർ കോർട്ട് ഉണ്ട്. അവിടെ നമ്മൾ കൊടുക്കുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കൺസ്യൂമർ കോർട്ടിൽ നിന്ന് അനുകൂലമായോ പ്രതികൂലമായോ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റേറ്റ് കൺസ്യൂമർ കോർട്ടിലേക്ക് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ കോർട്ടിലോ, അങ്ങനെ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതിയിലേക്ക് വരെ ഈ പരാജയപ്പെടുന്നവരുടെ കയ്യിൽ പണം ഇഷ്ടപ്രകാരം ഉണ്ടാവും. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഫൈറ്റ് ചെയ്യുന്നത് കോടീശ്വരന്മാരായ ഡോക്ടർമാരോടും ആ ഡോക്ടർമാർ ഉൾപ്പെടുന്ന ആശുപത്രിയോടുമാണ്. അപ്പൊ അവർക്ക് നിയമ സംവിധാനത്തിനൊക്കെ ആയിട്ടൊരു വിഭാഗം തന്നെ പ്രവർത്തിക്കുക. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അവരോട് അത്ര എത്താൻ പറ്റില്ല. അപ്പൊ അവർ സുപ്രീം കോടതി വരെ പോകും. അപ്പൊ അതിന് തയ്യാറാവണം. ഇതൊന്നും അല്ലാത്തൊരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട്. അതായത് എറണാകുളം കേന്ദ്രമാക്കിയിട്ട് ലോക അദാലത്ത് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും ഈ ചർച്ച കേൾക്കുന്നവർ മനസ്സിലാക്കുക. ഈ ലോക അദാലത്തിലാണ് ഇത്തരം കേസുകൾക്ക് ഏറ്റവും നല്ലത്. കാരണം ലോക അദാലത്തിൽ നിന്ന് ഈ കേസിന് വിധി പറഞ്ഞാൽ വേറെ എവിടെ അപ്പീലില്ല, ഹൈക്കോടതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ജീവനെ, ആരാണോ ആ ജീവൻ പോകാൻ കാരണക്കാർ, അവർക്കെതിരെ ശിക്ഷ വിധിക്കാനും നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കാനും ഏറ്റവും എളുപ്പമായ മാർഗം ഇത്തരം കേസുകളിൽ ലോക അദാലത്തിൽ പോവുകയാണ്. അത് എറണാകുളം കേന്ദ്രമായിട്ട് കലൂരിലാണ്, അതിന്റെ പഴയ മാതൃഭൂമിയുടെ മുമ്പിലാണ് ഈ ലോക അദാലത്തിന്റെ സ്ഥലമുള്ളത്. അവിടെ പോയിട്ട് നമുക്ക് ഈ കേസുകൾ നടത്താൻ സാധിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണ്. കാരണം ഇതില് പ്രതീക്ഷ ചോദിച്ച ചോദ്യത്തിന് പ്രതീക്ഷ, ഇത് അധികൃതർ കണ്ണു തുറക്കേണ്ട ഒരു വിഷയമാണ്. അതായത് സമൂഹത്തിനെ അനാഥമാക്കി വിട്ടിട്ട് ഒരു വിഭാഗം ഡോക്ടർമാരെ മാത്രം, വൈദ്യശാസ്ത്ര മാത്രം, അല്ലെങ്കിൽ ഡോക്ടർമാരെ മാത്രം, ആശുപത്രികളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മുടെ ഇന്ന് വരെയ്ക്ക് പ്രാവർത്തികമാക്കാത്ത ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ 50,000 രൂപ ചെലവാക്കിയിട്ട് 15 കൊല്ലം മുമ്പ് കേസ് നടത്തിയിട്ട് ഇന്നും നമ്മുടെ നാട്ടിൽ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പിലായിട്ടില്ല എന്നുള്ള വസ്തുത പ്രതീക്ഷ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് 50,000 രൂപ എനിക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ സ്വകാര്യ ലബോറട്ടറികളുടെയും സ്വകാര്യ ആശുപത്രികളുടെയും നമ്മളെ സാധാരണക്കാരായ ജനങ്ങളുടെ മെഡിക്കൽ ലൂട്ടിങ്ങിനെതിരായിട്ട് നമുക്ക് പോരാടാൻ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വേണം. ഇന്ന് നമുക്കൊരു നമ്മുടെ പറയില്ല, ഒരു സ്വകാര്യ ലബോറട്ടറിയിൽ നിന്ന് 2 തരം റിസൾട്ട് കിട്ടുകയാണ്. ഒരു സ്ഥലത്ത് ഷുഗർ ഉണ്ട് പറയുന്നു, ഒരു സ്ഥലത്ത് ഷുഗർ ഇല്ല പറയുന്നു. അത് കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. കാരണം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത ലബോറട്ടറികളിലെ റിപ്പോർട്ടുകൾക്ക് ഒരു നിയമസാധുതയുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 6 ലബോറട്ടറികൾ മാത്രമാണ് ഉള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 25,000-നും 30,000-നും ഇടയ്ക്ക് ക്ലിനിക്കൽ സ്വകാര്യ ലബോറട്ടറികളുള്ള ഒരു സംസ്ഥാനമാണ്. അതുമാതിരി തന്നെ 8,500 പരം ആശുപത്രികളിൽ ഇവിടെ ആകെ 3 ആശുപത്രികളാണ് ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് അത്തരത്തിലൊരു യുദ്ധം ചെയ്തിട്ട് നിയമസഭയിൽ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ നിയമയുദ്ധത്തെ സഹായിച്ചുകൊണ്ട് ആ ബില്ല് പാസ്സാക്കി എടുത്തിട്ട് പോലും 15 വർഷമായിട്ടും ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് സ്ഥാപിക്കാൻ പറ്റാത്ത നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാട്ടിയത്. അവസാനമായി ഹർഷന ചെറിയ ഒരു ഉത്തരം, കാരണം പൂർണ്ണമായും ഹർഷനയ്ക്ക് നീതി ലഭിച്ചുവോ? ഇല്ല, പൂർണ്ണമായി ഇത് നീതി ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾ അത്രയും നഷ്ടങ്ങളാണ് ഈ ഒരു കാര്യം കൊണ്ട് മാത്രം വന്നിട്ടുള്ളത്. അതിനൊരു നഷ്ടപരിഹാരം എന്നുള്ളത് കൂടെ ആകുമ്പോൾ മാത്രമേ പൂർണ്ണമായ നീതിയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഇത് പറഞ്ഞതുപോലെ തന്നെ ഇനിയൊരു മെഡിക്കൽ നെഗ്ലിജൻസ് സംഭവിക്കുന്ന കേസിൽ അതിനെത്രയും പെട്ടെന്ന് ഒരു പരിഹാരമാകുന്ന രൂപത്തിലേക്കുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇതെത്രയും തീർച്ചയായും ഹർഷന, നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ അങ്ങനെ ജാഗ്രതയോടുകൂടി ഈ സംഭവങ്ങളെയും ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന റിപ്പോർട്ടിനെയൊക്കെ സശ്രദ്ധമൊന്ന് നോക്കിക്കാണുക.
അതിന് ഉചിതമായ നടപടികളുണ്ടെങ്കിൽ ഒരു തലോടെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഈ കാണിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുറത്തേക്ക് വരാത്ത ദുരിതം അനുഭവിക്കുന്ന എത്രയോ ആളുകളും ഉണ്ടാകും. അവർക്കൊക്കെ ഒരു സാന്ത്വനമായി മാറുകയും ചെയ്യും. എന്തായാലും ഡോക്ടർമാർക്ക് കൂടി ചികിത്സ വേണ്ടേ എന്നതായിരുന്നു ക്യാപ്ഷൻ. അതിനെ മുൻനിർത്തിയ ചർച്ചയിലാണ് അതിഥികൾ പങ്കുചേർന്നത്. അതിഥികൾക്ക് നന്ദി അറിയിക്കുന്നു. ഇതോടെ ന്യൂസ് 2 to 4 അവസാനിപ്പിക്കേണ്ട സമയമാണ്. ഇനി 4 മണി വാർത്തയിലേക്കാണ്.